വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് എടുത്തിരുന്നത്. അപ്പൊ അത് തീർന്നതിന് ശേഷമാണ് ദ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ഓഫ് ബ്ലോക്ക് ചെയിനിലേക്ക് ഇടുന്നത്. അപ്പൊ നമുക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ ഇന്നത്തെ സാങ്കേതിക വിദ്യക്ക് അല്ലെ, സാങ്കേതിക വിദ്യ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തില് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും അതുപോലെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിക്കും വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്നാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മനസ്സിലായത്. അതിനുശേഷമായിട്ട് കാരണം നമ്മൾ ആദ്യം എടുത്തത് ബ്ലോക്ക് ചെയിൻ വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബ്ലോക്ക് ചെയിനോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇവിടെ ബന്ധിപ്പിക്കുമ്പോൾ, അത് ഇവ രണ്ടും കൂടെ സംയോജനത്തിൽ എന്താണ് റിസൾട്ട് ഉണ്ടാകുന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷമായിട്ട് നമ്മൾ അത് ആ ഏരിയ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമായിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ഓഫ് ബ്ലോക്ക് ചെയിൻ. അപ്പോൾ അത് നമ്മൾ മനസ്സിലായി. അതായത് നമുക്ക് അതിനകത്ത് പറയുന്നത് 5 പോയിന്റ്സിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്നത്. ഒന്ന് സപ്ലൈ ചെയിൻ ആണ്, അത് നമ്മളറിയാം, വിതരണ ശൃംഖല മേഖല, ദാറ്റ് മീൻസ് ലോജിസ്റ്റിക്സ് ഒക്കെ അതിൽ വരുന്നതാണ്, അതിനെക്കുറിച്ച് മനസ്സിലാക്കി. രണ്ടാമത് വന്നിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ, അത് അംഗീകാരവും തിരിച്ചറിയലും അല്ലേ. സജീവ് സാറിന്റെ മൈക്കാണ്. ഓക്കെ, അംഗീകാരവും തിരിച്ചറിയലും. അപ്പൊ അതേക്കുറിച്ച് നമ്മൾ എടുത്തിരുന്നു. ഐഡന്റിഫിക്കേഷൻസ് ആൻഡ് ഓതറൈസേഷൻ അത് കഴിഞ്ഞു. അതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഐഡന്റിറ്റി എങ്ങനെ നമ്മൾ, അല്ലെങ്കിൽ ഒന്ന് തന്നെയല്ല ഒന്നിൽ കൂടുതൽ, ഇപ്പൊ നമുക്കറിയാം ഒരുപക്ഷെ നമ്മളിപ്പോ ആധാർ എന്ന പ്രോസസ്സ് പോലെ, അപ്പൊ അങ്ങനെയുള്ള ഹ്യൂജ് ഡാറ്റ ഒക്കെ വരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റു രാജ്യത്തെ ജനങ്ങളെ കുറിച്ച് അല്ല അവരുടെ ഒരു ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ, ഒരു ബയോമെട്രിക് പ്രോസസ്സ് നടക്കുമ്പോൾ ആ വരുന്ന ഡാറ്റ ഒക്കെ എങ്ങനെ കീപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഡാറ്റ പ്രൊട്ടക്ട് മാത്രമാണ് മെയിനായിട്ട് ഈ ബ്ലോക്ക് ചെയിൻ ചെയ്യുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷമായിട്ട് മാനേജ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ, മാനേജ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആസ്തികളൊക്കെ ഏത് രീതിയിൽ മാനേജ് ചെയ്യാൻ സാധിക്കുന്നു, അതിന്റെ ട്രാക്കിങ്ങും അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളും. ഒരുപക്ഷെ നമ്മൾ പ്രോപ്പർട്ടി സെയിൽ, ബൈയിങ് ആൻഡ് സെല്ലിങ്, ഇപ്പൊ നമ്മുടെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ആരെങ്കിലും സാധാരണ ഇതിൽ ബ്രോക്കറെ വഴി നമ്മൾ കാര്യങ്ങൾ പോകും. പക്ഷെ മറ്റു വിദേശ രാജ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അവര് ആ പ്രോപ്പർ വേയിൽ കൂടി തന്നെ ബൈയിങ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ട്. അപ്പൊ അവര് എന്താ പറഞ്ഞിരിക്കുന്നത് ഡോക്യുമെന്റേഷൻ, ദാറ്റ് മീൻസ് ഇങ്ങനെ ഇലക്ട്രോണിക് ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള ഫീൽഡിൽ കൂടി തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അതൊക്കെ ചെക്ക് കഴിയുമ്പോൾ തന്നെ അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നു. ഒരുപക്ഷെ വാങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും മറ്റു പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ എന്താണ് ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ കൂടി നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെ ഇന്നലെ നമ്മൾ എടുത്തത് ഹെൽത്ത് കെയറിനെ കുറിച്ചാണ്. ആരോഗ്യ മേഖലയിലും ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിക്ക് വളരെ സ്വാധീനം ചെലുത്തുന്നു. നമ്മൾ ഇന്നലെ പല കാര്യങ്ങളും പറഞ്ഞു. മെഡിസിൻ, ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്സ്, പിന്നെ വരുന്ന പേഷ്യൻസിന്റെ ഡാറ്റാസ് അല്ലെ, ഡാറ്റ കാര്യങ്ങളൊക്കെ, അതായത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഈ ഡാറ്റാസ് ഒക്കെ കീപ്പ് ചെയ്യണം. അപ്പൊ അതിനുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളും, ഈവൻ അവിടെ പറഞ്ഞിരിക്കുന്നത് മെഡിസിൻ വിങ്ങില് അല്ലെങ്കിൽ വലിയ ഇഞ്ചുറീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇതിന് ഏതൊക്കെ രീതിയിലുള്ള മെഡിസിൻസും അതിന്റെ പോസിബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് മെഡിസിൻ ഈ ബ്ലോക്ക് ചെയിൻ കണ്ടെത്തുന്നതല്ല, അതിന്റെ ട്രാക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. എക്യുപ്മെന്റ്സ്, അതുപോലെ ഡ്രഗ്സ് മീൻസ് ഫാർമസി, ഈ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതൊരു ടോട്ടലി ഈ ഇതിനെ ബ്ലോക്ക് ചെയിൻ സഹായിക്കാൻ സാധിക്കും. അപ്പൊ അതേക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ ഹെൽത്ത് കെയറിനെ കുറിച്ച് മനസ്സിലാക്കിയത്. അപ്പൊ അവിടെ ഇമ്പോർട്ടന്റ് റോളാണ് നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 5ാമത്തെ പോയിന്റ്, ദാറ്റ് മീൻസ് IoT നമ്മൾ എഴുതുമ്പോഴത്തായിരിക്കും I ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ O ആൻഡ് T അഗെയിൻ ക്യാപിറ്റൽ ലെറ്റർ. IoT മീൻസ് IoT സെക്യൂരിറ്റി. എന്തായിരിക്കും IoT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ നമ്മളറിയാം ഓൺ പാസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ടെക്നോളജിയെ കുറിച്ച് പഠിക്കുമ്പോൾ, ടെക്നോളജിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്കവിടെ IoTക്ക് വളരെ പ്രസക്തിയുണ്ട്. അപ്പൊ IoT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും, അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ കേട്ടിരിക്കും, ഒരു പക്ഷേ ഇന്ന് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്റർനെറ്റിന് കേട്ടിട്ടുണ്ട് അല്ലെ, ഇന്റർനെറ്റിന് കേൾക്കാത്തവരാരും ഇല്ല. അപ്പൊ ഇവിടെ IoT എന്ന് പറയുമ്പോൾ I എന്ന് പറഞ്ഞത് ഇന്റർനെറ്റും, ഓഫിന്റെ ഓയും T ഫോർ തിങ്സ് ആണ്. അതായത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആണ് പറയുന്നത്. ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, THINGS. അപ്പൊ ഇന്റർനെറ്റ് എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ ഐയും INTERNET, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് THINGS എന്നാണ്. അതാണ് ഇവിടെ വരുന്നത്. അതിന്റെ സെക്യൂരിറ്റിയെ കുറിച്ചാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം ബ്ലോക്ക് ചെയിൻ ടെക്നോളജിക്ക് ഇവിടെ IoT സെക്യൂരിറ്റിക്ക് നല്ലൊരു പങ്ക് വഹിക്കുന്നു. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഡാറ്റാ സെന്ററും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നവരെ സംബന്ധിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ എവിടെയോ നമ്മളുടെ ഡിജിറ്റൽ ഡാറ്റാസ് അല്ലെ, ഇതുമായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡാറ്റാസ് ഒക്കെ കീപ്പ് ചെയ്യുമ്പോൾ ഇതിന് വളരെ
പ്രധാനപ്പെട്ട പങ്ക് ഉണ്ട്. ഏതിനാണ്? ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞു. ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ഡാറ്റയെ പ്രൊട്ടക്ട് ചെയ്യുക, ഡാറ്റ പരിരക്ഷയാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ AI ആ സമയത്ത് എന്താ ചെയ്യുന്നത്? AI അവിടെ ആക്റ്റീവായിട്ട് വർക്ക് നടക്കുന്നു. ഇപ്പൊ എന്തെങ്കിലും ഒരു ഹ്യൂജ് ഡാറ്റ ഉണ്ടെങ്കിൽ ആ വർക്ക് എന്താണോ, ഏത് മേഖലയിലാണോ നടക്കേണ്ടത്, ആ വർക്ക് നടത്തുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കും. പക്ഷെ എവിടെ നിന്നാണ്? കളക്ടഡ് ഡാറ്റയിൽ നിന്നും, നമ്മൾ ശേഖരിച്ചിരിക്കുന്ന ഡാറ്റയിൽ നിന്നും, ആ ഡാറ്റയിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ എടുത്തിട്ടാണ് കാര്യങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ നമുക്കിപ്പോൾ മനസ്സിലായി. അപ്പൊ ഇനി ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നാം മനസ്സിലാക്കുന്നത്, നമ്മുടെ ഹെഡിങ് തന്നെ എന്താണ്? നമ്മുടെ ടോപ്പിക് തന്നെ എന്താണ്? ദ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ഓഫ് ബ്ലോക്ക് ചെയിൻ, അല്ലെ? അതായത് ഇന്നത്തെ ആധുനിക ലോകത്ത് ഈ ബ്ലോക്ക് ചെയിനിന്റെ പ്രസക്തി ഏതൊക്കെ മേഖലയിലേക്ക് അത് ഉപകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം കണ്ടെത്തുന്നു, അല്ലെ അത് പ്രവർത്തിക്കപ്പെടുന്നു എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് IoT, ദാറ്റ് മീൻസ് IoT മീൻസ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് സെക്യൂരിറ്റി. ഇപ്പൊ ഏതൊരു കാര്യത്തിനും നമുക്ക് എന്താ പറയുക, നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും സെക്യൂരിറ്റി കൊടുക്കുന്നു. ഈവൻ ഒരു പേഴ്സണൽ സെക്യൂരിറ്റി കൊടുക്കുന്നു, അല്ലെ? ഒരു വ്യക്തിക്ക് നമുക്കറിയാം VIP-ക്കൊക്കെ സെക്യൂരിറ്റി കൊടുക്കുന്നു, മറ്റുള്ള രീതിയിൽ സെക്യൂരിറ്റി കൊടുക്കുന്നു. പല കാര്യങ്ങളിലും നമ്മൾ സെക്യൂർഡ് ആണ്, ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മളിപ്പോൾ ഇന്റർനെറ്റ് വഴി പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ആ സൈറ്റ് പോലും സെക്യൂർഡ് ആയിരിക്കണം. ഞാൻ ആ ഒരു കാര്യം അതേ നേരത്തെ പറയാറുണ്ടായിരുന്നു. നമ്മള് STTPS എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്ത് പറഞ്ഞിരുന്നു? അത് STT എന്ന് ഞാനത് പറഞ്ഞിരുന്നു, അല്ലെ? അതിനുശേഷം P കഴിഞ്ഞിട്ട് S കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അത് 100% വിശ്വസിക്കാം, അത് സെക്യൂർഡ് സൈറ്റ് ആണെന്ന് നമുക്ക്. കാരണം ചിലതൊക്കെ STTP മാത്രമേ കാണുന്നുള്ളൂ, അല്ലെ? അവിടെ വരുന്നത് ഇവിടെ എന്താ S കൂടെ ചേരുമ്പോൾ എന്തായിരിക്കും? അത് സെക്യൂർഡ് സൈറ്റ് എന്ന് നമുക്ക്. STTP കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കുക, S ഉണ്ടോന്നുണ്ടെങ്കിൽ, S കൂടെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അതിനകത്തൊരു ഡൗട്ടും വേണ്ട, അത് സെക്യൂർഡ് സൈറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ഇരിക്കുന്നത്? ഇന്റർനെറ്റിൽ വരുന്ന സെക്യൂരിറ്റിയെ കുറിച്ച്, അതെന്താണ്, ഏത് രീതിയിൽ നമുക്ക് ബ്ലോക്ക് ചെയിൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ക്യാൻ ഇനേബിൾ ദ സെക്യൂരിറ്റി ഓഫ് ഡിവൈസസ് കണക്റ്റഡ് ടു ദ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. The phrase IoT or Internet of Things refers to set of wirelessly connected objects that communicate with one another. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാകുന്നത് ഇന്റർനെറ്റ് ഓഫ് തിങ്സുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഉപകരണങ്ങളുടെ സുരക്ഷ എന്താണ് പ്രവർത്തനക്ഷമമാക്കാൻ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യക്ക് കഴിയും. അപ്പൊ ഇവിടെ എന്താണ് വളരെ പ്രധാനമായ പങ്കുണ്ട്. അതായത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ക്യാൻ ഇനേബിൾ ദ സെക്യൂരിറ്റി ഓഫ് ഡിവൈസസ് കണക്റ്റഡ് ടു ദ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. ഇപ്പൊ ഇന്റർനെറ്റുമായി കണക്ട് ചെയ്തിരിക്കുന്ന, അല്ലെ, ഡിവൈസുകൾ പലതും ഉണ്ട്. നമുക്കറിയാം, ഒരു ഡിവൈസ് മാത്രം, ഒരു കമ്പ്യൂട്ടർ മാത്രമല്ല, നിരവധി ഡിവൈസ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഡിവൈസ് നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്റർനെറ്റ് ഓഫ് തിങ്സുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഉപകരണങ്ങളുടെ സുരക്ഷ പ്രവർത്തനക്ഷമമാക്കാൻ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യക്ക് കഴിയും. അതിനകത്തൊരു സംശയമില്ല, അല്ലെ? അതാ പറഞ്ഞിരിക്കുന്നത്. ദേ റേഞ്ച് ഫ്രം മെഡിക്കൽ ഡിവൈസ്. അതിന്റെ ഒരു ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ദേ റേഞ്ച് ഫ്രം മെഡിക്കൽ ഡിവൈസസ് സച്ച് ആസ് pacemakers and insulin pumps to smart appliances for home such as lighting, bulbs and thermostat. While the traffic lights are starting to get catch up. ഇവിടെ പറയുന്നത് നമുക്ക് ഇവിടെ മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ ഇന്റർനെറ്റിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയും, അല്ലെ? ഇന്റർനെറ്റ് ഓഫ് തിങ്സുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഉപകരണങ്ങളുടെ സുരക്ഷ എന്താണ് പ്രവർത്തനക്ഷമമാക്കാൻ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യക്ക് കഴിയും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ബ്ലോക്ക് ചെയിൻ പറഞ്ഞാൽ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യാണ്. ആ ഡാറ്റ പ്രൊട്ടക്ട് എന്തായിരിക്കും? ഇവിടെ നമ്മൾ പറയുന്നത് IoT സെക്യൂരിറ്റി. ഇവിടെ ഒരു സെക്യൂരിറ്റി പാർട്ടായിട്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വർക്ക് ചെയ്യുന്നു, അല്ലെ, ആക്ട് ചെയ്യുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആണ് കാര്യം, നമ്മള് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. കാരണം നമ്മളൊക്കെ ഇന്റർനെറ്റിലൂടെ പല കാര്യങ്ങൾ ചെയ്യുന്നെങ്കിലും അത് സെക്യൂർ ആയിരിക്കും, അല്ലെ? അതിന്റെയൊക്കെ ഒരു ഡാറ്റ പരിരക്ഷ പിന്നിലുണ്ട്. ഇല്ലെങ്കിലല്ലേ മറ്റു കാര്യങ്ങൾ, ഹാക്കേഴ്സ് ഒക്കെ കൊണ്ടുപോകുന്ന പല സംഭവങ്ങളും ഉണ്ട്. എന്നെ തുടർന്ന് വരുമ്പോൾ അത് പറയാം. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ക്യാൻ ഇനേബിൾ ടു സെക്യൂരിറ്റി ഓഫ് ഡിവൈസസ് കണക്ട് ടു ദ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. ദ ഫ്രേസ് IoT, that means Internet of Things, refers to a set of wirelessly connected objects that communicate with one another. ഇപ്പൊ നമുക്കറിയാം പല കാര്യങ്ങളും എന്താണ്, അത് വയർലെസ് ആയിട്ട്, അല്ലെ? വയർലെസ് മീൻസ് എന്താണ്? നോ നീഡ് ഓഫ് വയർ, അല്ലെ? ദാറ്റ് മീൻസ് വൈഫൈ കണക്ടിവിറ്റിയോ ഒക്കെ അങ്ങനെ ആയിട്ടായിരിക്കും. ഇപ്പം തന്നെ പല പ്രിന്റർ പോലും എന്തായിരിക്കും, അത് വൈഫൈയിലൊക്കെ വർക്ക് ചെയ്യുന്ന. അപ്പൊ അതിനകത്ത് വയറിന്റെ ഒരു കണക്ഷന് വേണ്ടിയിട്ട് എന്താ, ഒരു കേബിളിന്റെ ഒന്നും ആവശ്യമില്ല.
അപ്പൊ അങ്ങനെയൊക്കെ തന്നെ പല എത്രയോ കാര്യങ്ങൾ വൈഫൈയിൽ വർക്ക് ചെയ്യുന്ന, കാരണം അത് ആ ഡിവൈസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒരു കമ്പ്യൂട്ടർ അറിയാം, കമ്പ്യൂട്ടർ പക്ഷേ പ്രിന്റ് എടുക്കണമെങ്കിൽ പോലും എന്തായിരിക്കും, പ്രിന്റർ ഒരു പക്ഷേ നേരത്തെ ഒക്കെ എന്തായിരിക്കും, അതില് ആദ്യം അതിന് പവറിന്റെ അത് കൊടുക്കണം, പിന്നെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ആ പ്രിന്ററിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഒരു അഡീഷണൽ വയറോട് കൊടുത്തിരുന്നു. ഇപ്പൊ എന്താ പറയുക, അതിന് പവർ സപ്ലൈ മാത്രം മതി, ബാക്കി ഈ കമ്പ്യൂട്ടറിൽ നിന്ന് പോകേണ്ട ആ പ്രിന്റിങ്ങിന് വേണ്ടിയുള്ളത് അത് ആവശ്യമില്ല. അതൊക്കെ തന്നെ ഇപ്പം വയർലെസ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുള്ള അങ്ങനെ നിരവധി എക്യുപ്മെന്റ്സ് ഉണ്ട്. നമ്മൾ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ, സാറിന് ഒരു കമ്പ്യൂട്ടറോ പ്രിന്ററോ മറ്റുള്ളതായിരിക്കും, പക്ഷെ അല്ല, പല മേഖലയിലുള്ള പല വിധത്തിലുള്ള ഡിവൈസസ് ഒക്കെ ഉണ്ട്, എക്യുപ്മെന്റ്സ് ഉണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എക്സാമ്പിൾ അത് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, they range from medical device such as pacemaker and insulin pumps to smart appliances for home such as lighting bulbs and thermostat, while the traffic lights are starting to catch up. ഇവിടെ നമ്മൾ മനസ്സിലാകുന്നതായിരിക്കും ദ റേഞ്ച്, അവർ പ്രത്യേക റേഞ്ച്, ഒരു സാധാരണ റേഞ്ച് ഇവിടെ പറയാണ്. ദേ റേഞ്ച് ഫ്രം ദ മെഡിക്കൽ ഡിവൈസസ് സച്ച് ആസ് പേസ് മേക്കർ. എന്തായിരിക്കും പേസ് മേക്കർ എന്നൊക്കെ പറഞ്ഞ എന്തായിരിക്കും? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പേസ് മേക്കർ എന്നൊക്കെ പറഞ്ഞാൽ? ഒരുപക്ഷെ മെഡിക്കൽ ലൈൻ ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാകും പേസ് മേക്കർ എന്താണെന്നുള്ളത്. നമ്മൾ സ്പെല്ലിംഗ് പറയുമ്പോൾ PACEMAKERS, പേസ് മേക്കർ എന്നാണ്, അല്ലെങ്കിൽ പേസ് മേക്കേഴ്സ് എന്ന് പറഞ്ഞ എന്തായിരിക്കും? സാറിന് എന്തായിരിക്കും കേട്ടിട്ടുള്ളത്? ആർക്കെങ്കിലും അറിയാം? കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും അറിയാമെങ്കിലും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. പേസ് മേക്കറിനെ കുറിച്ച് ആരെങ്കിലും? ഓക്കെ. ഇവിടെ ഒരു എബ്രഹാം സാമുവലുണ്ട്. എന്താ സാറേ? സെക്കൻഡ് ഹാർട്ട് അല്ലയോ? സെക്കൻഡ് ഹാർട്ട്, ഹൃദയം നിന്ന് പോകുന്നവർക്ക് വെച്ചു കൊടുക്കുന്നല്ലയോ? യെസ് സാർ, കറക്റ്റ്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. അതായത് പേസ് മേക്കർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ പേസ് മേക്കർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൻഡ് ഇലക്ട്രിക്കൽ പൾസസ് ടു ദ ഹെൽപ്പ് യുവർ ഹെഡ് ബീറ്റ് അറ്റ് എ നോർമൽ റേറ്റ് ആൻഡ് റിതം. അപ്പോൾ മനസ്സിലായല്ലോ, ഇവിടെ പേസ് മേക്കർ മീൻസ് സെൻഡ് ഇലക്ട്രിക്കൽ പൾസ് ടു ഹെൽപ്പ് യുവർ ഹെഡ് ബീറ്റ് ആൻഡ് നോർമൽ റേറ്റ് ആൻഡ് റിതം. അപ്പൊ നമ്മുടെ ഹെഡ് വേർഡ് സാർ പറഞ്ഞ പോലെ കറക്റ്റ്, ഹെഡ് വേർഡ് ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. അതിന്റെ ബീറ്റ്സ്, അതിന്റെ എന്താ അത് അടിക്കുന്ന അതല്ലേ, അതിന്റെ ഇത്ര ബീറ്റ്സ് നമ്മൾ പൾസ് ഒക്കെ നോക്കുമല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ഉപകരണമാണ്. അപ്പൊ ചുരുക്കം അവിടെ മുതൽ ഇത് തുടങ്ങിയിട്ടുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആൻഡ് ഇൻസുലിൻ പമ്പ്സ് ടു സ്മാർട്ട് അപ്ലയൻസ് ഫോർ ഹോം സച്ച് ആസ് ലൈറ്റിംഗ് ബൾബ്സ് ആൻഡ് തെർമോസ്റ്റാറ്റ്സ്. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് ഇന്റർനെറ്റ് ഓഫ് തിങ്സുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഉപകരണങ്ങളുടെ സുരക്ഷ പ്രവർത്തനക്ഷമമാക്കാൻ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യക്ക് കഴിയും. അതില് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന പദപ്രയോഗം ഇവിടെ ഉദ്ദേശിക്കുന്നത് പരസ്പരം ആശയവിനിമയം നടത്തുന്ന വയർലെസ് ബന്ധിപ്പിച്ച ഒബ്ജക്റ്റുകളെ. ഇവിടെ നമുക്ക് എന്തായിരിക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് അല്ലെ? അങ്ങനെ പരസ്പരം ആശയവിനിമയം നടത്തുന്ന വയർലെസ് ബന്ധിപ്പിച്ച ഒബ്ജക്റ്റുകളെ അല്ലെ, എക്യുപ്മെന്റ്സിനെ ഒരു കൂട്ടത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ പ്രവർത്തനത്തിന് ഇതിന് പങ്കുണ്ട്. കൂടാതെ ഇവിടെ പഠിക്കുന്ന പേസ് മേക്കറുകൾ, ഇൻസുലിൻ പമ്പുകൾ തുടങ്ങിയ മെഡിക്കൽ ഉപകരണങ്ങൾ മുതൽ ലൈറ്റിംഗ് ബൾബ്, കൂടാതെ തെർമോസ്റ്റാറ്റുകൾ എന്നിവ പോലെയുള്ള സ്മാർട്ട് ഉപകരണങ്ങൾ വരെ ഈ പറയുന്നവ എല്ലാം ലിസ്റ്റിൽ പെടുന്നവയാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ബ്ലോക്ക് ചെയിന് പ്രധാന പങ്ക് ഈ പറഞ്ഞ മേഖലയിലൊക്കെ, ഈ പറഞ്ഞ ഏരിയയില് അല്ലെ ഈ പറഞ്ഞ ഡിവൈസുമായി കണക്റ്റഡ് ആയിട്ട് അത് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനക്ഷമതയെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നു. അതാണ് നമുക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് സിമ്പിൾ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടാതെ അതേസമയം ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് നോക്കിയേ, സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ വൈൽ ദ ട്രാഫിക് ലൈറ്റ്സ് ആർ സ്റ്റാർട്ടിംഗ് ടു കാച്ച് അപ്പ്. അതാണ് മറ്റൊരു പ്രത്യേകത വിദ്യ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ട്രാഫിക് ലൈറ്റുകൾ പോലും ഇതേ കാലയളവിൽ നമുക്കറിയാം, അടുത്ത സമയത്തൊക്കെ ക്യാമറ ഒക്കെ വെച്ചിരുന്നു. ഇനിയും കൂടാതെ ഈ ട്രാഫിക് ലൈറ്റിനെ പോലും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ടെക്നോളജി ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ചെയ്തിരിക്കുന്നതിനേക്കാളും കൂടുതൽ കുറച്ചുകൂടെ പറഞ്ഞിരിക്കുന്നത് മോഡിഫൈ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് ടെക്നോളജി എന്ന നിലയിൽ ബ്ലോക്ക് ചെയിൻ പ്രസക്തി സിഗ്നലാണല്ലോ ട്രാഫിക് ലൈറ്റ് ഉള്ളത്. അപ്പൊ ആ സിഗ്നൽ ഉള്ള ട്രാഫിക് ലൈറ്റിനെ പോലും കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇന്ന് ബ്ലോക്ക് ചെയിൻ ഏറ്റെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ തയ്യാറായി വരുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നിരവധി മേഖലയിലെ ഈ പറഞ്ഞ ബ്ലോക്ക് ചെയിന് സഹായമായി തീരുന്നു. ഇതിന്റെയൊക്കെ പ്രവർത്തനക്ഷമത, കാരണം ഇതൊക്കെ ഇവിടെ എന്തായിരിക്കും, ഇവിടെ എന്തൊക്കെ സ്റ്റോർ വെച്ചിരിക്കുന്ന ഡാറ്റ, അവിടെ ഡാറ്റയൊക്കെ എന്തായിരിക്കും, അത് ലോസ് ആകാൻ പാടില്ല, നഷ്ടം വരാൻ പാടില്ല.
അത് അതിന്റെ യഥാസമയം അല്ല വേണ്ട സമയത്ത് അത് ആക്റ്റീവായി അല്ലാതെ വർക്ക് ചെയ്യുന്നു അതില്. കാരണം ഇവിടെ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡാറ്റ പ്രൊട്ടക്ഷൻ ആണ്. അപ്പൊ അതിന് ഒന്നും അവിടെ നഷ്ടപ്പെടുന്നില്ല. കാര്യക്ഷമത അതിന്റെ ആ വർക്കിംഗ് എഫിഷ്യൻസിയെ പോലും കൺട്രോൾ ചെയ്യാനോ സഹായമായി തീരാൻ വേണ്ടിയിട്ട് ഇവിടെ ബ്ലോക്ക് ചെയിൻ സഹായമാകുന്നു. ഇതാണ്. അപ്പൊ നമ്മളൊക്കെ വിചാരിക്കും ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നതാണ് ദാറ്റ് ഈസ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് സെക്യൂരിറ്റി. അപ്പൊ ഇന്റർനെറ്റുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഈ പറഞ്ഞ ഉപകരണങ്ങളൊക്കെ ഇതുപോലെയുള്ള ഡിവൈസിലെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അപ്പൊ ഡാറ്റ കൺവേർഷൻ കൊടുക്കാനോ അല്ലെ ഇതിനെ നിയന്ത്രിക്കാനോ ഒക്കെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി സഹായമാകുന്നു. അപ്പൊ ഇവിടെ അപ്പൊ നമുക്കിവിടെ മനസ്സിലായി കാര്യം. കൂടാതെ അവിടെ കൊണ്ട് തീരുന്നില്ല, നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. കുറച്ചുകൂടെ നമുക്ക് ഡീപ്പിലേക്ക് പോകുമ്പോൾ കുറെ കൂടെ ആഴത്തിൽ പോകുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? വൺ ഓഫ് ദ ഇഷ്യൂസ് ഫേസിങ് ദിസ് ടൈപ്പ് ഓഫ് ഡിവൈസ് ഇസ് സെക്യൂരിറ്റി. അതാണ്. അപ്പൊ ഇതുപോലെയുള്ള ഈ ഡിവൈസിന് ഉപകരണങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി ഇതുണ്ട് അല്ലെ? അതാ പറഞ്ഞിരിക്കുന്നത് വൺ ഓഫ് ദ ഇഷ്യൂ ഫേസിങ് ദിസ് ടൈപ്പ് ഓഫ് ഡിവൈസസ് ഇസ് സെക്യൂരിറ്റി. അവിടെ സെക്യൂരിറ്റിയാണ് പ്രാതിനിധ്യം. ഇതുപോലെയുള്ള ഉപകരണങ്ങളെ നാം സ്വീകരിക്കുമ്പോൾ അവയുടെ സെക്യൂരിറ്റിക്ക് വളരെ പരമപ്രധാനമാണ്. സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാ പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളൊന്നാണ് അവയ്ക്ക് വേണ്ടി വന്ന സുരക്ഷ അല്ലെ? നമുക്കറിയാം ഇപ്പോൾ തന്നെ പല VIP-കൾക്ക് സുരക്ഷ കൊടുക്കുന്നത് പോലെ തന്നെ ഇതുപോലെയുള്ള ഡിവൈസ് അതിനും എന്താണ് ഇന്റർനെറ്റ് മേഖലയില് സെക്യൂരിറ്റിക്ക് വളരെ വലിയ പങ്കുണ്ട്. ആ പങ്ക് വഹിക്കാൻ പോലും ഇവിടെ ബ്ലോക്ക് ചെയിന് കഴിയുന്നു എന്നാണ് ഇതിന്റെ സിമ്പിൾ ആയിട്ട് ചുരുക്കത്തിൽ പറയുമ്പോൾ അല്ലെ നമ്മുടെ തനത് ശൈലിയിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൺ ഓഫ് ദ ഇഷ്യൂ ഫേസിങ് ദിസ് ടൈപ്പ് ഓഫ് ഡിവൈസസ് ഇസ് സെക്യൂരിറ്റി. They are vulnerable to attack by virus and malware which spread across the network. അതാണ് പറയുന്നത്. അതായത് ഇതുപോലെയുള്ള ഉപകരണങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് സെക്യൂരിറ്റി. അവയ്ക്ക് വേണ്ട സെക്യൂരിറ്റി. ഇനി ഏതൊക്കെ നമുക്ക് നോക്കാം. അത് സെക്യൂരിറ്റിയിലെ അല്ലെ ഇത് എങ്ങനെയാണ് വരുന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. They are vulnerable to support എന്നൊക്കെയാണ് പറയാൻ സാധിക്കുന്നത്. They are vulnerable to attack by viruses and malware which spread across the network. ഇവിടെ നമ്മള് ഈ മാൽവെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യുമ്പോൾ കാണാൻ ഒരു ഇതുപോലൊക്കെ ഡിസ്പ്ലേ ഒക്കെ വരുമ്പോൾ മാൽവെയർ എന്നൊക്കെ കാണാൻ സാധിക്കുന്നു. എന്താണ് ഈ മാൽവെയർ എന്ന് പറഞ്ഞാൽ MALWARE മാൽവെയർ എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് മീൻസ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അതിന് വേറെ രീതി പറയാൻ സാധിക്കും മാലീഷ്യസ് സോഫ്റ്റ്വെയർ എന്ന് പറയാം. അതായത് മാലീഷ്യസ് സോഫ്റ്റ്വെയർ എന്നൊക്കെ പറയാം. നോക്കാം എന്താന്ന് നോക്കാം. ദാറ്റ് മീൻസ് ദ സെയിം തിങ്. മാൽവെയർ മീൻസ് മാലീഷ്യസ് സോഫ്റ്റ്വെയർ ഈസ് എനി പ്രോഗ്രാം or file that is intentionally harmful to a computer, network or service. അതാണ്. ഏതെങ്കിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ നെറ്റ്വർക്കിനോ ഇത് അറ്റാക്ക് ചെയ്യുന്നു അല്ലെ? അതിന് അപകടകരമായ വൈറസുകളെ ഒക്കെ കടത്തിവിട്ട് എന്താ പറയാ അപ്പൊ പറയുമോ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല, അത് വൈറസ് ആയിരിക്കുക, എല്ലാം നഷ്ടപ്പെട്ടു, വൈറസ് അറ്റാക്കാണ് എന്നൊക്കെ പറയും അല്ലെ? അതറിയാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദാറ്റ് മീൻസ് മാലീഷ്യസ്, ദാറ്റ് മീൻസ് മാൽവെയർ മീൻസ് മാൽവെയർ വിച്ച് സ്പ്രെഡ് അക്രോസ് നെറ്റ്വർക്ക്. അപ്പൊ നെറ്റ്വർക്കിലൂടെ ഈ പറഞ്ഞ വൈറസുകളെയൊക്കെ കയറ്റിവിടുത്തു കഴിഞ്ഞാൽ അവിടെ തീർന്ന് അതിന്റെ പ്രവർത്തനം അവിടെ നിലച്ചു. അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മാലീഷ്യസ് സോഫ്റ്റ്വെയർ ഈസ് എനി പ്രോഗ്രാം ഓർ ഫയൽ ദാറ്റ് ഈസ് intentionally harmful to a computer or network service or network or server. സെർവറിലോ നെറ്റ്വർക്കിലോ കമ്പ്യൂട്ടറിലോ ഇത് മൂന്നും ആകാം അല്ലെ? ഒന്നിൽ കമ്പ്യൂട്ടറില് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന കണക്ടിവിറ്റി നെറ്റ്വർക്കില് അല്ലെങ്കിൽ സെർവറില് ഈ പറഞ്ഞ മാൽവെയർസ് ഇതുപോലെയുള്ള വൈറസുകളെ കടത്തി വിടുമ്പോൾ ആ പ്രവർത്തനത്തെ അവിടെ തടസ്സപ്പെടുന്നു. അതാണ് പറയുന്നത്. ഇവിടെ നോക്കിയേ, ദേ ആർ വൾനറബിൾ മീൻസ് എന്താണ്? ദേ ആർ വൾനറബിൾ ടു അറ്റാക്ക് ബൈ വൈറസ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള ഇന്റർനെറ്റ് വഴി ഉപയോഗിക്കുന്ന ഡിവൈസിനൊക്കെ സെക്യൂരിറ്റി ആവശ്യമാണ്. ആ സെക്യൂരിറ്റി പറഞ്ഞ ദേ ആർ വൾനറബിൾ ടു അറ്റാക്ക് ബൈ വൈറസ് ആൻഡ് ഹാം ആൻഡ് മാൽവെയർ വിച്ച് സ്പ്രെഡ് അക്രോസ് ദ നെറ്റ്വർക്ക്. They may be infected with a ransom that locks data until the cache is paid to unlock it again. അവിടെ കൊണ്ട് തീരുന്നില്ല. ഇത് പറഞ്ഞ് വീണ്ടും പറഞ്ഞ എന്താണ്? They may be infected with the ransomware that lock data until the cache is paid to unlock it again. അപ്പൊ ഇത് നമ്മുടെ ഹാക്കേഴ്സ് ഒക്കെ ചെയ്യുന്ന എന്താണ്? അല്ലെങ്കിൽ ഇതുപോലെയുള്ള മാൽവെയർസ് ഒക്കെ കയറ്റി വിട്ടു കഴിഞ്ഞാൽ എന്താ മനസ്സിലാകുന്നത്? ഇവര് ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ എ ടൈപ്പ് ഓഫ് മാലീഷ്യസ് സോഫ്റ്റ്വെയർ ഡിസൈൻ ടു ബ്ലോക്ക് അക്സസ് ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം അണ്ടിൽ
സം ഓഫ് മണി ഈസ് പെയ്ഡ്. ഇതൊക്കെ കടത്തി വിട്ടിട്ട് പറയും അതായി, ഇനി അത് നീക്കണമെങ്കിൽ നിങ്ങൾ നല്ലൊരു നല്ലൊരു എമൗണ്ട് ഞങ്ങൾക്ക് തരുമ്പോൾ മാത്രമേ ഞങ്ങൾ അത് റിമൂവ് ചെയ്യൂ, അല്ലെങ്കിൽ അത് വിഡ്രോ ചെയ്തു പറയുന്നു. അപ്പൊ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ശൃംഖലയിൽ അല്ലെങ്കിൽ നെറ്റ്വർക്കില് ഈ കൊണ്ട് വൈറസ് ഒക്കെ കയറ്റിവിടുക. കാരണം മനുഷ്യനല്ലേ ഏതെങ്കിലുമൊക്കെ നോക്കുമല്ലോ. അങ്ങനെ കൊണ്ട് വൈറസിനെയൊക്കെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും, പിന്നെ അവരുടെ കൈപ്പിടിയിലായി. നമ്മൾ ഇവിടുത്തെ ഹാക്കർ, അയ്യോ എന്റെ മൊബൈല് ഹാക്ക് ആയിപ്പോയി, അല്ലെ എന്റെ സിസ്റ്റം ഹാക്ക് ആയിപ്പോയി, എന്തെല്ലാം കാര്യങ്ങൾ. പിന്നെ അതിൽ വേണ്ട ഇതുപോലെ വിലപ്പെട്ട ഫയലും കാര്യങ്ങളും ഡോക്യുമെന്റ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ ഹാക്കേഴ്സ് പറയുന്ന കാര്യങ്ങൾ കൊടുത്തേ പറ്റൂ. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും, അവർക്കത് പേയ്മെന്റ് കൊടുത്തിട്ട് അത് ഒരുപക്ഷെ റിലീസ് ചെയ്യും, ഒരു സെറ്റിൽമെന്റ് പോകുന്നു. പക്ഷേ അങ്ങനെയുള്ള ഇന്നത്തെ സാഹചര്യത്തില് നമുക്ക് ഈ ടെക്നോളജി എങ്ങനെ ഉപകരിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വൺ ഓഫ് ദ ഇഷ്യൂ ഫേസിങ് ദീസ് ടൈപ്പ് ഓഫ് ഡിവൈസസ് സെക്യൂരിറ്റി, they are vulnerable to attack by virus and malwares which spread across the network. They may be infected with ransom that locks data until the cache is paid to unlock it again. This could be costly every year for industries with a valuable data on server. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരിക്കും, ഇങ്ങനെ ഓരോ വർഷങ്ങളും അല്ലെങ്കിൽ ഇതുപോലെ അറ്റാക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇതുപോലെയുള്ള വ്യവസായ ഉടമകള് എന്തായിരിക്കും വലിയ ഒരു എമൗണ്ട് എന്തായിരിക്കും അത് നൽകിയിട്ട് അത് അവര് ആ ഇഷ്യൂയിൽ നിന്ന് അവര് സേവ് ആകുന്നു. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് എന്തായിരിക്കും ഇതുപോലെയുള്ള ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുമ്പോൾ ഇങ്ങനെയുള്ള അറ്റാക്കിനെയൊക്കെ അവിടെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. അതാ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഇതുപോലെയുള്ള ഉപകരണങ്ങള് നേരിടുന്ന പ്രശ്നങ്ങൾ അവയുടെ സുരക്ഷയാണ്. കൂടാതെ നെറ്റ്വർക്കിലൂടെ വ്യാപിക്കുന്ന വൈറസുകള് നമുക്കറിയാം, ചിലപ്പോൾ നെറ്റ്വർക്ക് വൈറസ് എന്നൊക്കെ പറയും. സാറിന് ഇപ്പോൾ ഒരു സീഡിയോ മറ്റുള്ള കാര്യം നോക്കുമ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു പക്ഷേ നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ ഇപ്പം പല ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എന്തായിരിക്കും അത് സ്കാൻ ചെയ്ത് നോക്കും എന്തെങ്കിലും വൈറസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ ഇങ്ങനെയുള്ള ഉപകരണങ്ങളിൽ ഈ പ്രശ്നം എന്ന് വെച്ചായിരിക്കും വൈറസ് ആയിരിക്കാം. പക്ഷേ ആ നെറ്റ്വർക്കിലൂടെ വ്യാപിക്കുന്ന വൈറസുകളെയും മാൽവെയറുകളെയും ആക്രമണങ്ങൾ ഇരയാകുമ്പോൾ വീണ്ടും അത് അൺലോക്ക് ചെയ്യാൻ വേണ്ടി അത് ലോക്ക് ചെയ്യും അവരെ. അങ്ങനെയാണ് ഈ ഇതുപോലെയുള്ള വൈറസ് ഒക്കെ കയറ്റിയിട്ട് ലോക്ക് ചെയ്യും. അത് അൺലോക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഡാറ്റ അവർക്ക് തിരിച്ചു കിട്ടുന്നത് വരെ വലിയൊരു എന്തായിരിക്കും എമൗണ്ട് അവർ ആവശ്യപ്പെടും. അതാ പറഞ്ഞിരിക്കുന്നത്, പണം നൽകുന്നത് വരെ ഡാറ്റ ലോക്ക് ചെയ്യുന്ന റാൻസം അവരെ, അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ബാധിക്കാം. അപ്പൊ അങ്ങനെ എന്തായിരിക്കും അത് അവരെ സംബന്ധിച്ചോളം എന്തായിരിക്കും, സെർവറുകളിലെ വിലപ്പെട്ട ഡാറ്റയും വ്യവസായങ്ങൾക്ക് ഇത് എല്ലാ വർഷവും ഒരു ചിലവേറിയ ഒരു രീതി തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ളതിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ രീതിയിലേക്ക് എന്തായിരിക്കും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയോടെ IoT ഒരു സെക്യൂരിറ്റി ഇവിടെ നമ്മൾ ചെയ്തിടുമ്പോൾ അല്ലെ ഇതിന്റെ അടിസ്ഥാനം ചെയ്യുമ്പോൾ എന്തായിരിക്കും ഈ പറഞ്ഞ പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ ഒഴിവാകുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്റർനെറ്റിലൂടെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ച് നടത്തുന്ന അല്ലെങ്കിൽ ഉപകരണങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി കൂടി അത് എന്താണ് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ നേരത്തെ ഇപ്പൊ അത്ര ഹാക്കേഴ്സ് അറ്റാക്ക് ഒന്നും ഇല്ല. ഒരുപക്ഷെ പണ്ട് ഒത്തിരി കേട്ടിട്ടുണ്ട് വൈറസ് ആണെന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങൾ. അതൊക്കെ കുറച്ചുകൂടെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള വൈറസ് അറ്റാക്കുകളൊക്കെ നടത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്ന ഇപ്പോൾ മനസ്സിലാകുന്ന ഈ AI ബേസ്ഡ് ഇതുപോലെയുള്ള ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് വരുമ്പോൾ എന്തായിരിക്കും, ഇതിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല, ഡാറ്റ അവിടെ സേഫ് ആയിരിക്കും, ഡാറ്റ അവിടെ പ്രൊട്ടക്ട് ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ഏതെങ്കിലുമൊക്കെ കമ്പനികൾ, വലിയ വലിയ കമ്പനികളുടെ ഡാറ്റ, ചിലപ്പോൾ ഗവൺമെന്റിന്റെ പോലും ഡാറ്റ ഹാക്ക് എന്ന് പറയുന്നത് കേൾക്കാം അല്ലേ, ആ വെബ്സൈറ്റ് അറ്റാക്ക് ചെയ്തു അല്ലെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തെന്നൊക്കെ പറയുന്നത് കേൾക്കാം. അതൊക്കെ എന്താണ്, ഒന്നുകിൽ അതുപോലെയുള്ള ഗവൺമെന്റ് അതീവ രഹസ്യങ്ങൾ അല്ലെങ്കിൽ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഫയലോ കാര്യങ്ങളോ ഒക്കെ കണ്ടെത്താൻ വേണ്ടി, അതിലുപരി ചില വ്യവസായികളെ കുറിച്ച് പറയുമ്പോൾ എന്തായിരിക്കും, വ്യവസായ മേഖലയെ കുറിച്ച് പറയുമ്പോൾ അവരെന്തായിരിക്കും, അവർ പക്ഷേ അവരുടെ ഇതുപോലെയുള്ള വില ഏറിയ ഡാറ്റ കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ ചെല്ലുമ്പോൾ ഒരുപക്ഷെ അവര് ഇങ്ങനെ പേയ്മെന്റ് ചെയ്തിട്ട് അത് റിലീസ് ചെയ്ത് കൊടുക്കും. അത് അൺലോക്ക് അവരുടെ കയ്യിലായി കഴിഞ്ഞാൽ ലോക്ക് ആയി കഴിഞ്ഞു. അത് പിന്നെ എന്താണ്, അൺലോക്ക് ചെയ്യാൻ വേണ്ടി അവർ ബാർഗെയിൻ ചെയ്ത് എമൗണ്ട് ഒക്കെ കൊടുത്തിട്ട് തിരിച്ചു വിടുന്ന ഒരു സംഗതി ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് നമുക്ക് എന്താണ്, ഇന്നിത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി നീങ്ങുമ്പോൾ എന്തായിരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഒഴിവാക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നതായിരിക്കും, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അത്ര നിസ്സാരക്കാരനല്ല, വളരെ വലിയ രീതിയിൽ ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യയിൽ എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഒരു ഇമ്പോർട്ടന്റ് റോൾ തന്നെയുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്
ബ്ലോക്ക് ചെയിൻ വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നതാണ്, അതായത് ബ്ലോക്ക് ചെയിനിൽ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നൽകുന്ന ഒരു 5 പ്രധാനപ്പെട്ട സേവനങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു സപ്ലൈ ചെയിൻ, സെക്കൻഡ് നമ്മൾ പറഞ്ഞത് ഐഡന്റിറ്റി ആൻഡ് ഓതറൈസേഷൻ അല്ലെ, തേർഡ് പറഞ്ഞു മാനേജ് അസസ്, അതാണ് നമ്മുടെ അസറ്റിനെ മാനേജ് ചെയ്യുക. നമ്മൾ ഫോർത്ത് ഹെൽത്ത് കെയറിനെ കുറിച്ച് ഹെൽത്ത് മേഖലയിലേക്ക് പറഞ്ഞിരുന്നു. ഇപ്പോൾ അഞ്ചാമത്തെ പറഞ്ഞ ഫിഫ്ത് വൺ ദ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, അതായത് നെറ്റ് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഡിവൈസിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്ന ഒരു കാര്യമാണ് ഇവിടെ മനസ്സിലാകുന്നത്. അതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ഡാറ്റ ഹാക്ക് ചെയ്യുമ്പോൾ അത് റിലീസ് ചെയ്യാൻ വേണ്ടി ഒരുപക്ഷെ വളരെയധികം വിലമതിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ബാർഗൈനൊക്കെ നടത്തി അവരിൽ നിന്ന് തിരിച്ചെടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര നഷ്ടമാണ് വരുന്നത്. ഇതിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഇതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഇവിടെ എന്താണ് അവതരിപ്പിക്കുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മളെ ചുരുക്കത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ എന്തായിരിക്കും, മെനി കമ്പനീസ് കുഡ് ബെനിഫിറ്റ് ഫ്രം ബ്ലോക്ക് ചെയിൻ സെക്യൂരിറ്റി, സേഫ്റ്റി ആൻഡ് ട്രാൻസ്പെറൻസി. ഇതാണ് ഇപ്പൊ എന്തായിരിക്കും നമ്മൾ ഇതിലെ ഒരു എന്താ പറയുന്നത്, ഒന്ന് ഇതിനെ ഉപസംഹരിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഫൈനലായിട്ട് നമ്മൾ എത്തിച്ചതിലേക്ക് ചെല്ലുമ്പോൾ എന്താ മനസ്സിലാകുന്നത്, മെനി കമ്പനീസ് കുഡ് ബെനിഫിറ്റ് ഫ്രം ബ്ലോക്ക് ചെയിൻ സെക്യൂരിറ്റി, സേഫ്റ്റി ആൻഡ് ട്രാൻസ്പെറൻസി. പല കമ്പനികൾക്കും ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, ബ്ലോക്ക് ചെയിനിന്റെ സുരക്ഷയും സുതാര്യത, ട്രാൻസ്പെറൻസി എന്നിവയിലെ പ്രയോജനം നേടാൻ സാധിക്കുന്നു അല്ലെ. അതായത് ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, സെക്യൂരിറ്റി, സേഫ്റ്റി അല്ലെ. സേഫ്റ്റി നമുക്കറിയാമല്ലോ, അതായത് സെക്യൂരിറ്റി അറിയാം. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, അതായത് പല കമ്പനികളും മെനി കമ്പനീസ് കുഡ് ബെനിഫിറ്റ് ഫ്രം ബ്ലോക്ക് ചെയിൻ സെക്യൂരിറ്റി, അതായത് ബ്ലോക്ക് ചെയിൻ സെക്യൂരിറ്റിയിലെ പല കമ്പനികളും എന്താണ്, അവർ സെക്യൂർ ആയിരിക്കും അല്ലേ. അതായത് സെക്യൂർ മീൻസ് എന്താണ്, അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഫയലുകൾ കാര്യങ്ങളൊക്കെ എന്താ കൃത്യമായിട്ട് അതിലൊന്നും അറ്റാക്ക് വരുന്നില്ല, ഒരു മാൽവെയറും കയറി അറ്റാക്ക് ചെയ്യുന്നില്ല, അവിടെ വളരെ സേഫ് ആണ്. രണ്ടാമത് ഇരിക്കുന്നതാണ് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി, അതിന് സുരക്ഷിതമുണ്ട് അല്ലേ. അപ്പോൾ സെക്യൂർ ആണ്, സെക്യൂർ, സേഫ്റ്റി ഉണ്ട്, സുരക്ഷിതമാണ്. ആൻഡ് ട്രാൻസ്പെറൻസി, അതിന്റെ സുതാര്യതയും അവിടെ കാണിക്കുന്നു. ഇൻ എവരിതിങ് ഫ്രം ഹെൽത്ത് കെയർ ടു മാനേജിങ് സപ്ലൈ ചെയിൻ. നേരത്തെ നമ്മൾ മനസ്സിലാക്കി ഹെൽത്ത് കെയർ മുതൽ അതായത് പറഞ്ഞത് മാനേജിങ് സപ്ലൈ ചെയിൻ, ബ്ലോക്ക് ചെയിൻ ക്യാൻ റെവല്യൂഷനൈസ് ഓൾ അസെപ്റ്റ് ഓഫ് ബിസിനസ്. ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരിക്കാം, പല കമ്പനികളും ബ്ലോക്ക് ചെയിനിന്റെ സുരക്ഷയും സുതാര്യതയും പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, അതിന്റെ എന്താ സേഫ്റ്റിയും പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് സെക്യൂരിറ്റി, സേഫ്റ്റി ആൻഡ് ട്രാൻസ്പെറൻസി എന്നിവയിലെ കമ്പനികൾക്ക് പ്രയോജനം നേടാൻ സാധിക്കുന്നു. കൂടാതെ ആരോഗ്യ സംരക്ഷണം മുതൽ വിതരണ ശൃംഖല മേഖല വരെ കൈകാര്യം ചെയ്യാനുള്ള ഈ പറഞ്ഞ മേഖലയിലെല്ലാം കൈകാര്യം ചെയ്യാൻ ബ്ലോക്ക് ചെയിൻ ബിസിനസിന്റെ എല്ലാ മേഖലയിലും അല്ല ഇതുപോലെയുള്ള ബിസിനസ് മേഖലയിൽ ബ്ലോക്ക് ചെയിൻ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുന്നു. അതാണ് അപ്പോൾ നമ്മൾ ഈ മനസ്സിലാക്കുന്ന ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത് അത്ര നിസ്സാരക്കാരനല്ല. അപ്പൊ നമ്മൾ ഈ മനസ്സിലാക്കിയ ഈ മേഖലയിലെല്ലാം എന്താണ്, ബ്ലോക്ക് ചെയിന്റെ പ്രവർത്തനം നല്ല കാര്യമായിട്ട് അല്ല നല്ല രീതിയിൽ ഇന്നത്തെ സാങ്കേതിക വിദ്യയിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ചുരുക്കം. അപ്പോൾ നമ്മുടെ കമ്പനി പോലും എന്താണ്, നമ്മുടെ ഓൺ പാസീവ് പോലും എന്താണ്, അതായത് ആദ്യം പറയുന്നു AI, ML, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് പ്ലസ് എന്താണ് ബ്ലോക്ക് ചെയിൻ. അപ്പം ബ്ലോക്ക് ചെയിനിലൂടെ ഇനി പല കാര്യങ്ങൾ വരാൻ പോകുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ കാത്തിരിക്കുന്ന ഈ വെരിഫൈയും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ബ്ലോക്ക് ചെയിനിൽ വരുമ്പോൾ, കാരണം അത്ര ഡാറ്റ പ്രൊട്ടക്ഷൻ ആണ്. കൂടാതെ പറഞ്ഞിരിക്കുന്നതാണ് ഇപ്പൊ ഇതുപോലെയുള്ള ഈ വലിയ സെർവറുകളൊക്കെ എന്തായിരിക്കാം, വലിയ വലിയ കമ്പനികളുടെ സെർവർ കാര്യങ്ങളൊക്കെ എന്താണ്, അതിന് കൂടുതൽ എന്താണ് സെക്യൂരിറ്റി വേണം, സേഫ്റ്റി വേണം അല്ലെ, പിന്നെ അതിന്റെ ട്രാൻസ്പെറൻസി വേണം. ഈ 3 കാര്യം അല്ലെ, സേഫ്റ്റി അല്ല സെക്യൂരിറ്റി, സേഫ്റ്റി ആൻഡ് ട്രാൻസ്പെറൻസി, ഇത് 3 കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ എന്താണ് നമ്മുടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിക്ക് സാധിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ മേഖലയിലെല്ലാം ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ എന്താണ് ടെക്നോളജി ഒരു വലിയ രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ആണ്. ആപ്ലിക്കേഷൻസ് എന്താണ്, അതിന്റെ എന്താണ് പ്രവർത്തന മേഖലയില് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അതൊക്കെ ചേർന്നിട്ടാണ് ഈ പറഞ്ഞ ആധുനിക രീതിയിലുള്ള സാങ്കേതിക വിദ്യയുടെ വളർച്ചയില് ഇതിന് എന്താണ് പ്രാധാന്യമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എനിവേ ഇത് കൊണ്ട് ഇവിടെ തീരുകയാണ്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഞാൻ ഇതിന്റെ ടോപ്പിക് തന്നെ കൊടുത്തത് ദ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ഓഫ് ബ്ലോക്ക് ചെയിൻ. ബ്ലോക്ക് ചെയിന്റെ എന്താ പറഞ്ഞിരിക്കുന്നത്,
നമ്മളെ ആധുനിക യുഗത്തിൽ അല്ലെ, ഇന്നത്തെ ഈ ശരിയായ രീതിയിൽ നടക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസനങ്ങളിലെ സാങ്കേതിക വിദ്യയിലെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഏത് രീതിയിലെ നമ്മളെ എന്താണ് സ്വാധീനിക്കുന്നു എന്നതാണ് അവിടെ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ 5 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അന്ന് സപ്ലൈ ചെയിൻ, സെക്കൻഡ് വൺ എന്തായിരുന്നു പറഞ്ഞിരുന്നത്, ദാറ്റ് മീൻസ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ, അത്രയും പോയിന്റ്സ് എങ്കിലും ഓർത്തിരുന്നാൽ മതി. തേർഡ് മാനേജ് അസറ്റ്സ്, നമ്മുടെ എന്താണ് ആസ്തിയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാൻ അല്ലെ, ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് പറഞ്ഞത് ഹെൽത്ത് കെയർ ആണ്. ആൻഡ് ഫിഫ്ത് വൺ ഇന്റർനെറ്റ് IoT സെക്യൂരിറ്റി, ദാറ്റ് മീൻസ് ഇന്റർനെറ്റ് ഓഫ് തിങ്സിന് വേണ്ട സെക്യൂരിറ്റി. അപ്പൊ ഇത്രയും പ്രാതിനിധ്യമുള്ള ഒരു സബ്ജക്ട് ആയിരുന്നു, അല്ലെങ്കിൽ ടോപ്പിക് ആയിരുന്നു നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ നാം ഇത് ബ്ലോക്ക് ചെയിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, എന്തായിരിക്കും എന്നുള്ളത്. അപ്പൊ ഇവിടെ തിരികെയാണ്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും വേറെ ഭാഗങ്ങളുണ്ട് ബ്ലോക്ക് ചെയിനെ കുറിച്ച്, അത് പിന്നീട് നമുക്ക് നോക്കാം. എന്തായാലും നാളെ നമുക്ക് വേറൊരു കാര്യം തന്നെ എടുക്കാം. ഏതായാലും ഇത്രയും കാര്യങ്ങള് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇതൊക്കെ പെട്ടെന്നൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തോന്നും. എങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ആശ്വസിക്കാൻ ഇവിടെ വഴിയുണ്ട്. ഇത് ഇന്നത്തെ ആധുനിക ലോകത്തിൽ ഇതുപോലെയുള്ള സാങ്കേതിക വിദ്യയിലൂടെയാണ് നാം ജീവിക്കുന്നത്. അല്ല നമ്മുടെ കമ്പനി അല്ലെ, ഓൺ പാസീവ് എപ്പോഴും ടോപ്പ് എന്ന് പറയുന്ന കാര്യം ഇതുപോലെയുള്ള ടെക്നോളജിയാണ് അവർ അപ്ലൈ ചെയ്യുന്നത്, ആപ്ലിക്കബിൾ ആക്കുന്നത് അല്ലെ. അപ്പൊ അതാണ് നമ്മുടെ ഇവിടെ റിസൾട്ട്. എനിവേ താങ്ക് യു. ഓവർ ടു സജീവ് സർ. താങ്ക് യു ഓൾ. താങ്ക് യു വിജയൻ സാർ. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു. ആസ് യൂഷ്വൽ എല്ലാ ദിവസവും ഞാൻ പറയുന്നത് പോലെ സാറിന്റെ ഈ സ്ട്രെസ്സിനും സ്ട്രഗിളിനും എന്നും ഞാൻ നന്ദി പറയുന്നു. സാർ എടുക്കുന്ന സ്ട്രെസ്, അതായത് അതിന്റെ സപ്പോർട്ട്